അവളൊന്ന് പരീക്ഷിക്കാനല്ലേ പറയുന്നുള്ളൂ. അത് നടക്കട്ടെ. പരീക്ഷണം നടത്തിയാൽ ഞാൻ ഉറപ്പായും കുടുങ്ങും. എന്തൊരവസ്ഥയിലാണ് പെട്ടിരിക്കുന്നത്. അല്ല ദിഗ്വിജയ്, ഇവളുടെ വാക്ക് കേട്ടോണ്ട് നീ ഞാൻ ഒരു പ്രാവശ്യം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതാണ് ഫൈനൽ. നമുക്കിടയിൽ ആരാണ് നാഗമെന്ന് ആർക്കും അറിയില്ല. ഇവളീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ആര് നാഗമായാലും അത് വെളിപ്പെടുമെന്നുള്ളതും സത്യം തന്നെയാണ്. അല്ല മുതലാളി. നന്ദീശ, മഹാദേവ, നീ തന്നെ രക്ഷിക്കണേ. നിങ്ങളിൽ ആരാണ് നാഗമെന്ന് സമ്മതിച്ചാൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ പരിണാമം ഭീകരമായിരിക്കും. ഇന്നീ സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. പറയൂ, ആരാണ് നിങ്ങളിൽ നാഗം? ഇച്ഛാധാരി നാഗമേ, നീ ആരുടെ രൂപത്തിലാണെന്ന് പറയ. എന്റെ ദേഹത്ത് ത്രയംബകന്റെ ആത്മാവുള്ളത് കൊണ്ട് എന്റെ യഥാർത്ഥ രൂപം പുറത്തു വരാൻ ഒരു സാധ്യതയുമില്ല. ഇന്ന് ശിവാനി പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അളിയനെന്ത് എന്റെ മേൽ ഡൗട്ടാ? ദേവതയെ പോലുള്ള എന്റെ ചേച്ചി ഞാൻ തന്നതല്ലേ, എന്റെ മേലെ ഡൗട്ടാ? അങ്ങോട്ട് ജന്മം കൊടുത്ത മകനെ നാഗരൂപത്തിൽ കണ്ടിട്ട് അവനെ കൊല്ലാൻ നോക്കിയവനാണ് ഞാൻ. പിന്നെയാണോടാ നീ? മഹാദേവ, ഞാനിപ്പോൾ ഉറപ്പായും പിടിക്കപ്പെടും. അതെ, കഴിഞ്ഞുവല്ലേ. വെറുതെ മറ്റൊരാളുടെ വാക്ക് കേട്ട് വീട്ടിലുള്ളവരെയൊക്കെ നിങ്ങൾ സംശയിച്ചല്ലോ. ഇപ്പോഴെങ്കിലും വിശ്വാസം വന്നില്ലേ? നീ എന്താ ഈ നോക്കി നിൽക്കുന്ന ദിഗ്വിജയ്? ഇതുപോലെ ചീത്ത മനസ്സുകൊണ്ട് നടക്കുന്നവളെ ആദ്യം വീട്ടിൽ നിന്ന് പുറത്താക്ക്. എന്റെ വിശ്വാസം എന്നെ തന്നെ വഞ്ചിക്കുമോ? ശിവാനി ഇത്തവണയും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമോ? ഇനിയും എന്താ ഈ നോക്കി നിൽക്കുന്നത്? ഇവിടെ ഉള്ളവരാരും പാമ്പൊന്നുമല്ല. നീ വേഗം പോവാൻ നോക്ക്. മുതലാളി, എന്താ പറ്റിയത്? ഇവള് പറഞ്ഞു വിട്ടേക്കട്ടെ. വേണ്ട, പരീക്ഷണം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇനിയും എന്ത് പരീക്ഷണം നടത്താന്? നന്ദീശ, വാതിലടയ്ക്കേ. മുതലാളി, വാതിലടയ്ക്കാനാണ് പറഞ്ഞത്. ആ ഇച്ഛാധാരി നാഗം ഈ വീട്ടിലുണ്ടെങ്കിലും ആരുടെ രൂപത്തിലാണെങ്കിലും അവളുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താതെ ഞാൻ വിടില്ല. നന്ദീശ, പാമ്പാട്ടികളെ വിളിച്ചോണ്ട് വാ. ആ മകുടി ശബ്ദം കേൾക്കുമ്പോ ആ ഇച്ഛാധാരി നാഗം ഏത് രൂപത്തിലാണെങ്കിലും സർപ്പരൂപത്തിലേക്ക് അവൾ മാറും. ചേട്ടാ, ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചേട്ടൻ അത് കേട്ടാ ഒരുപാട് സന്തോഷിക്കും. എന്താണ് ആ കാര്യം? ആ ശിവാനി തന്റെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുന്നിൽ കാണിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. എന്താണ് നീ പറയുന്നത് ചന്ദ്രകാസ? ആരുടെ മുൻപിൽ ആരുടെ നിറമാണ് വെളിപ്പെടുന്നത്? ദിഗ്വിജയുടെ വീട്ടുകാർക്ക് അവൾ ഇച്ഛാധാരി നാഗമാണെന്നുള്ള സംശയം വന്നിരിക്കുന്നു. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ ദിഗ്വിജയൻ പാമ്പാട്ടികളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. എന്ത് നല്ല വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദ്രകാസ. ഇതെല്ലാം കേട്ടെന്റെ കർണപടങ്ങൾ ആഹ്ലാദപ്പെടുന്നുണ്ട്. അച്ഛാ,
അങ്ങനെയാണെങ്കിൽ ആ ശിവാനി ഇന്ന് എല്ലാവരുടെയും മുൻപിൽ പിടിക്കപ്പെടുമല്ലേ? തീർച്ചയായും. മകുടിനാദത്തിൽ തല താഴ്ത്തി യഥാർത്ഥ രൂപം കാണിച്ചേ പറ്റൂ. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. ഒരുപക്ഷെ രക്ഷപ്പെട്ടാലും സംശയത്തിന്റെ ഭൂതം അവളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവൾ നാഗമാണെന്ന് മനസ്സിലായാൽ പിന്നെ എന്ത് സംഭവിക്കും? അവളുടെ ജീവൻ അവൾക്ക് നഷ്ടമാകും. ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്തായാലും അവരുടെ മരുമകളല്ലേ. ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം സംശയമാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് നിന്റെ വെറും തോന്നലാണ്. സർപ്പത്തെ മരുമകളായി കാണാൻ ആർക്കും ഒരിക്കലും സാധിക്കുകയില്ല. ആ ആദിശേഷൻ അവളെ കൊല്ലാൻ സമ്മതിക്കുമെന്നാണോ പറയുന്നേ? അവനിപ്പോ വീട്ടിലില്ലല്ലോ. എത്ര സന്തോഷമുള്ള കാര്യം! ഇന്ന് ശിവാനിയുടെ യഥാർത്ഥ രൂപം എല്ലാവരുടെയും മുൻപിൽ വെളിപ്പെടും. ആ നിമിഷം തന്നെ അവളുടെ ശ്വാസം നിലയ്ക്കുകയും ചെയ്യും. ഇനി ബാക്കിയുള്ളത് ആ ആദിശേഷൻ മാത്രം. അവന്റെ കാര്യം വിട്ടേക്ക്. ശിവാനിയുടെ മരണത്തിന് പിന്നാലെ അവനും നൊന്ത് മരിക്കും. അവിടെ നമ്മുടെ പ്രതികാരത്തിന്റെ അന്ത്യമാകും. ആ നാഗമാണിക്യം നമ്മുടെ കൈവശമാകുകയും ചെയ്യും. അതെ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നേ? എന്താ ഇതെല്ലാം? അങ്കിൾ, എനിക്കും ഇതെന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. ഈ വീട്ടിലുള്ളവരെ തന്നെ സംശയിക്കേണ്ട അവസ്ഥ. മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നു ദിഗ്വിജയ്. ഇക്കാര്യം എങ്ങാനും പുറത്തറിഞ്ഞാൽ ജനങ്ങളുടെ സംസാരം തന്നെ വേറെയായിരിക്കും. എനിക്ക് വേറെ വഴിയില്ലമ്മേ. നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കാരെയും സംശയമൊന്നുമില്ല. എന്നാലും ഒരു വിഷപ്പാമ്പിനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. മുതലാളി, ഇത് മുതലാളിയുടെ ഒരു എടുത്തിയാട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. നന്ദീശ, എന്നെ കുറിച്ചെല്ലാം അറിയുന്ന നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും 100 തവണത്തെ ആലോചനകൾ ഉണ്ടാവും. മഹാദേവ, ഞാനും ആദിശേഷനും ഒന്നാകുന്നതിനുള്ളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലോ. എന്താ ഇതിന്റെ അർത്ഥം? ഞങ്ങളുടെ പ്രണയം ഒന്നാവില്ലേ? അങ്കിൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഇച്ഛാധാരൻ നാഗം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നോ? പിന്നെ എന്തിനാ ഈ ടെസ്റ്റ് ഒക്കെ? ആരും തന്നെ സ്വയം മോശക്കാരാണെന്ന് പുറത്തു പറയാറില്ല. അവരുടെ സ്വഭാവം വെളിപ്പെടുമ്പോഴേ മറ്റുള്ളവർക്കത് മനസ്സിലാവുകയുള്ളൂ. അങ്കിൾ, ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ ആലോചിക്കുന്നത് നന്നായിരിക്കും. ശിവാനി, എനിക്ക് എന്റെ വീടിന്റെ സുരക്ഷയാണ് പ്രധാനം. ആ നാഗം കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്റെ അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആ നാഗം ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. എന്നിട്ട് അവളെ ഇല്ലാതാക്കുകയും വേണം. ശിവാനി, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. പാമ്പ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാവില്ലേ? അത് മാത്രമല്ല, പാവം പുതിയതായിട്ട് വീട്ടിലേക്ക് വന്നതാ. അവൾക്കും പേടിയുണ്ടാവില്ലേ? ശിവാനി, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട മോളെ. എല്ലാം ശരിയായിക്കോളും. ശിവാനി ഓരോ നിമിഷവും തളർന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാ എനിക്കും വേണ്ടത്. അവള് തോൽക്കുന്നിടത്ത് അവളുടെ മരണം ഉറപ്പാ. നന്ദീശ, ഇതുവരെ അവര് വന്നില്ലല്ലോ. അവരിതാ വന്നു മുതലാളി. എന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാവുന്നുണ്ട്. എനിക്ക് ഒരു കാരണവശാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. മഹാദേവ, ഈ വീടിനകത്തൊരു പാമ്പ് കയറിയിട്ടുണ്ട്. നിങ്ങൾ മകുടി ഊതിയിട്ട് വേണം അതിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ. കുറച്ച് സ്ട്രോങ് ആയിട്ട് ഊതിക്കോ. പാമ്പ് ആരുടെ രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാവും. നോക്ക്, ഈ വീട്ടിലുള്ള പാമ്പ് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. എനിക്കതിനെ എന്റെ കൺമുമ്പിൽ കാണണം. തമ്പുരാനെ,
തുണി കെട്ടിയ മകടി ഊതിയാൽ ഏത് മടയിലാണെങ്കിലും പാമ്പ് പുറത്തു വരും. ശരി, നിങ്ങൾ നിങ്ങളുടെ ജോലി തുടങ്ങിക്കോ. എന്റെ ശരീരത്തിൽ ത്രയംബകന്റെ ആത്മാവുള്ളത് കൊണ്ട് മാകുടി ശബ്ദം കേട്ടാൽ എനിക്കൊന്നും സംഭവിക്കില്ല. എന്നാൽ ശിവാനിക്ക് രൂപം മാറ്റിയേ പറ്റൂ. മഹാദേവ, ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ നിന്ന് ഓടിപ്പോയാലോ? അങ്ങനെ ചെയ്താലും പിടിക്കപ്പെടും. തൃശൂലും ഇവിടെയില്ല. അവനുണ്ടായിരുന്നെങ്കിൽ അവന്റെ സാമീപ്യം കൊണ്ട് ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേനെ. ഇനി ഞാൻ എന്താ ചെയ്യാ? ശിവാനി, നിന്റെ നാടകത്തിന് തിരശീല വീഴാനുള്ള സമയമായി. ഇല്ല, എന്നെ കൊണ്ടാവുന്നില്ല. മകുടി ശബ്ദം എന്നെ ശ്വാസം മുട്ടിക്കുകയാണ്. മനസ്സാ നാദത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. എടി നാഗരാണി, പുറത്തേക്ക് പടി, പുറത്തേക്ക് വരാൻ. ഓ, എന്റെ നേർക്കല്ല, അങ്ങോട്ട് ഊത്, ഊത്. രൂപം മാറി നാഗരാണി. ഇരുപത്തിമൂന്ന് വർഷങ്ങളായി എന്നിൽ നിന്നും രക്ഷപ്പെടുന്ന ആ നാഗം ഇപ്പോൾ എന്റെ കൺമുമ്പിൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്നത്തോടെ അവളുടെ കഥ അവസാനിക്കും. ആ നാഗം ഇല്ലാതായാൽ ആദിശേഷൻ അവളെ തിരഞ്ഞു വരിക തന്നെ ചെയ്യും. അതോടെ അവന്റെ കഥയും അവസാനിക്കും. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ത്രിവിക്രമൻ ആദിശേഷന്റെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തിയേനെ. ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ല. മാകുടി ചേട്ടാ, ഇതെന്താ എല്ലാം ഒരേപോലെ ഇരിക്കുന്നല്ലോ. ഏതെങ്കിലും പുതിയ ട്യൂൺ ചേട്ടാ, DJ മിക്സ് ചെയ്തോ? അപ്പൊ രൂപം മാറിയാലോ? നിങ്ങളെ ഞാൻ അതെ, ഇനി എത്ര നേരം വെച്ചാ ഈ മകുടിയുടെ ശബ്ദം കേൾക്കാൻ വയ്യ എനിക്ക്. ഇത്രയും സമയത്തിനുള്ളിൽ മനസ്സിലാകേണ്ടതല്ലേ? പാമ്പുണ്ടെന്നുള്ളത് സത്യമായിരുന്നെങ്കിൽ മകുടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുമായിരുന്നല്ലോ. ഇച്ഛാധാരി നാഗമാണത്. നമ്മളെയെല്ലാം കബളിപ്പിച്ച് ഈ വീട്ടിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ അവള് പിടിതരില്ല. നമ്മുടെ പ്രയത്നം വെറുതെ ആവരുത്. യാതൊരു കാരണവശാലും ഈ മകുടി ശബ്ദം നിലയ്ക്കരുത്. പറ്റുന്നില്ല. ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറേണ്ടി വരും ഇപ്പോ. മഹാദേവ, എന്നെ രക്ഷിക്കണേ. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ശിവാനി, ഇന്നിവിടെ നിന്നെ സഹായിക്കാൻ ആരും വരില്ല. നീ ഒറ്റയ്ക്ക. എന്നിൽ നിന്ന് ആദിശേഷനെ തട്ടിപ്പറിച്ചില്ലേ നീ അനുഭവിക്ക. മുതലാളി, ആ നാഗം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് മുതലാളി വിശ്വസിക്കുന്നുണ്ടോ? അവൾ ഈ വീട്ടിൽ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ തീർച്ചയായും അവളെ കാണാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നേ പറ്റൂ. മഹാദേവ, ശിവാനി, നിന്റെ കഥ ഇന്നത്തോടെ അവസാനിക്കും. അയ്യോ, പാമ്പ്! മുതലാളി, ദേ പാമ്പ്!
കണ്ടില്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ വിശ്വാസായില്ലേ? അയ്യോ, ഇത്രയും ദിവസം പാമ്പ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? അയ്യോ എന്റെ ഭഗവാനെ, നമ്മുടെ വീട്ടിലേക്ക് എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ എന്ത് പാവോ ചെയ്തത്? എന്തു ദോഷമാണോ എന്തോ നമ്മുടെ വീടിനെ വർഷങ്ങളായി കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു പൂജയും ഇതുവരെ മുടക്കിയിട്ടില്ല. എന്നിട്ടും നമുക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നാഗം എന്തോ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇനി സൂക്ഷിച്ചു കഴിയണം. ഇത്രയും ദിവസം ആ നാഗം എന്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നീ എന്റെ കൂടെ ഇരുന്നു കൊണ്ട് പ്രതികാരം ചെയ്യുകയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ വിടില്ല. ചേട്ടാ, ഇച്ഛാധാരി നാഗം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ പാമ്പ് ഇപ്പൊ എവിടെന്നാ വന്നേ? ശിവാനിയാണ് നാഗമെന്ന് തെളിയിക്കാനുള്ള പറ്റിയ സമയമിതാ. ശിവാനി, അതെയല്ലോ, അവൾ ഇതെവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശിവാനി, ശിവാനി, നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഇത് എങ്ങോട്ടാ പോയത്? ശിവാനി അപ്പൊ മനുഷ്യനല്ല. ശിവാനി, 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 ഇച്ഛാധാരി നാഗം ശിവാനിയായിരുന്നു. ഞാനൊന്ന് കണ്ടത് സത്യമാ. ശിവാനി തന്നെയാണ് ഇച്ഛാധാരി നാഗം. അപ്പോൾ തൃശൂൽ മുതലാളി, ദിഗ്വിജയ, എന്തൊക്കെയാടാ ഇത്? ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ നടക്കുന്നേ? ഇച്ഛാധാരി നാഗം ശിവാനിയുടെ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചോമ്മേ. ശിവാനി അപ്പൊ മനുഷ്യനല്ല, അവള് പാമ്പാണ്. ഇത്ര ദിവസം നമ്മൾ പാമ്പിന്റെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. ഒന്നും ഇല്ലായിരിക്കും. അല്ലടി, നമ്മുടെ കാര്യം പോട്ടെ, ആ തൃശൂല്